നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പ്രീ സീസണിലെ അവസാന മത്സരത്തിൽ, അതായത് ഏഷ്യൻ ടൂറിലെ അവസാന മത്സരത്തിലും FC ബാഴ്സലോണ ഗോൾ വർഷം നടത്തിയിരിക്കുകയാണ്. ഏകപക്ഷീയമായ 5 ഗോളുകൾക്കാണ് സൗത്ത് കൊറിയൻ ക്ലബായ ഡീഗുവിനെ അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ബാഴ്സലോണയ്ക്ക് വേണ്ടി ഗാവി ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി, 17-കാരൻ ടോണി ഫെർണാണ്ടസ്, പിന്നെ മാർക്കസ് റാഷ്ഫോർഡ് എന്നിവർ ഗോളുകൾ കണ്ടെത്തുകയുണ്ടായി. തകർപ്പൻ ജയം സ്വന്തമാക്കി ബാഴ്സ ഇനി ഏഷ്യ വിടുകയാണ്. അടുത്ത കളി ജോൻ ഗാംബർ ട്രോഫിയിൽ. ഈ മത്സരത്തിൽ FC ബാഴ്സലോണയുടെ ആദ്യ 11-ൽ റോബർട്ട് ലെവൻഡോസ്കിയും റാഫീഞ്ഞയും ലാമിൻ യമാലും ഒക്കെ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. കളിയുടെ ആദ്യ പകുതിയിൽ 21-ാമത്തെ മിനിറ്റിൽ തന്നെ FC ബാഴ്സലോണ ഗോളടി തുടങ്ങി വെച്ചിരുന്നു. യമാലിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഗാവിയാണ് ആദ്യ ഗോൾ കണ്ടെത്തിയതെങ്കിൽ 27-ാമത്തെ മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കിയുടെ ഗോൾ പിറക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് ഗൂൾസ് കുണ്ടയുടെ അസിസ്റ്റിൽ നിന്ന് ഗാവിയുടെ 2ാമത്തെ ഗോളും പിറന്നപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളിൻ്റെ ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് FC ബാഴ്സലോണ കളിക്കളം വിട്ടത്. പിന്നെ അത് പ്രീ സീസൺ ഫ്രണ്ട്ലിയാണ്, താരങ്ങൾക്കെല്ലാം പ്ലെയിൻ ടൈം കൊടുക്കുക എന്നുള്ള നയം ഹൻസി ഫ്ലിക്ക് തുടർന്നു. 2ാം പകുതിയിൽ റൂണി ബർദഗി വന്നു ലാമിൻ യമാലിന് പകരം. പിന്നെ പാവു കുബാർസി, അതുപോലെ പെഡ്രി, ഡാനി ഓൾമോ, ടോണി ഫെർണാണ്ടസ്, ഷെസ്നി, ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ 2ാം പകുതിയിൽ കളിക്കളത്തിലേക്ക് വന്നു. ലെവൻഡോസ്കിക്ക് പകരം മാർക്കസ് റാഷ്ഫോർഡും കളിക്കാനിറങ്ങി. പിന്നാലെ 54-ാമത്തെ മിനിറ്റിൽ ഡാനി ഓൾമോയുടെ അസിസ്റ്റിൽ നിന്ന് ടോണി ഫെർണാണ്ടസിന്റെ ഗോൾ പിറക്കുന്നു. ഏകപക്ഷീയമായ 4 ഗോളുകളുടെ ലീഡിലേക്ക് FC ബാഴ്സലോണ പോകുന്നു. പിന്നാലെ മാർക്കസ് റാഷ്ഫോർഡിന്റെ ഗോൾ, ബാഴ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഗോളാണ്. ഇത് ഫ്രണ്ട്ലി മത്സരമാണ്, അതങ്ങനെ ഒഫീഷ്യൽ ഗോളുകളിൽ പരിഗണിക്കില്ല. എങ്കിലും ബാഴ്സക്കായിട്ട് അദ്ദേഹം ഇതാ ആദ്യമായിട്ട് വല ചലിപ്പിച്ചിരിക്കുന്നു 65-ാമത്തെ മിനിറ്റിൽ. അങ്ങനെ ഏകപക്ഷീയമായ 5 ഗോളുകളുടെ തകർപ്പൻ വിജയവുമായിട്ട് ബാഴ്സലോണ ഏഷ്യയോട് വിട പറയുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.